ഞാൻ സന്തോഷിലേക്ക് കൂടി പോവുകയാണ് ഒരിക്കൽ കൂടി. സന്തോഷ് അവിടെ തന്നെ ഉണ്ട്. സന്തോഷ് നേരത്തെ പറഞ്ഞു തെരച്ചിലിനെ കുറിച്ചൊക്കെയാണ് ആളുകൾ, കാരണം അതായത് ഇപ്പോൾ ഷിരൂരിൽ തെരച്ചിൽ നടന്നപ്പോൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ് സന്തോഷ്. അതുപോലെ തന്നെ വയനാട് ദുരന്തം കഴിഞ്ഞ തവണ ഉണ്ടായപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നേരത്തെ ഈ പറഞ്ഞതുപോലെ ജോഷിലേക്കൊപ്പം, കുട്ടനൊപ്പം, ലതീഷിനൊപ്പം നമ്മുടെ ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സന്തോഷ്. അങ്ങനെ ഒട്ടേറെ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കാസർഗോഡ് ഉണ്ടാകുമ്പോൾ, ഇവിടേക്കൊക്കെ പോയിട്ടുള്ളൊരു അനുഭവമുള്ള മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചോദിക്കട്ടെ, കള്ളാടിയിൽ നിൽക്കുമ്പോൾ ആ കണ്ട ഊർജ്ജസ്വലമായ തെരച്ചിലിൻ്റെ, പ്രതിരോധത്തിൻ്റെ, വലിയൊരു ദുരന്തത്തെ നേരിടാനുള്ള കേരളം നേടിയെടുത്തൊരു കെൽപ്പുണ്ടല്ലോ സന്തോഷ്. ആ കെൽപ്പ് കള്ളാടിയിൽ നേരിട്ട് ബോധ്യപ്പെടുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതിൽ ഒരു 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 ഇടർച്ച എവിടെയോ സംഭവിക്കുന്നു എന്ന തോന്നൽ സന്തോഷിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണത് സ്പെസിഫിക്കായി വീണ്ടും ചോദിക്കുന്നത്. ശരത്ത്, തീർച്ചയായും അത് ആ രീതിയിലുള്ള ഒരു ദ്രുതഗതിയിലുള്ള ദൗത്യം നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിന് ഒറ്റ കാര്യം മതി. ഇത്ര വരെ ഈ സമയം ഇതുവരെയായിട്ടും ഇപ്പോൾ ഇന്ന് ഈ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ കുറച്ച് കനത്ത മഴയുണ്ടായിരുന്നു, ഇപ്പോൾ ശക്തമായ മഴയില്ല, ചാറ്റൽ മഴയാണുള്ളത്. ഇപ്പോഴും ഈ തിരച്ചിൽ ദൗത്യം ഇന്ന് ആരംഭിച്ചിട്ടില്ല. 2 ദിവസങ്ങളിലായി ഈ തിരച്ചിൽ നടത്തിയിട്ടും 5 പേർ കാണാമറയത്ത് തന്നെ തുടരുകയാണ്. അവരുടെ കുടുംബങ്ങളുണ്ട്, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി വേദന തിന്ന് കാത്തിരിക്കുന്ന അവരുടെ കുടുംബങ്ങളുണ്ട്. നേരത്തെ നമ്മുടെ കമൻറ്റുകളിലൊക്കെ പ്രേക്ഷകർ പറഞ്ഞതുപോലെ അവർ അതിഥി തൊഴിലാളികളും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കൂടിയും അവർക്കും അവിടെ കാത്തിരിക്കാൻ ആളുകൾ ഉള്ളതാണ് എന്നുള്ള ഒരു കാര്യം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരത്ത് പറഞ്ഞതുപോലെ ഞാൻ മാത്രമല്ല, ഇവിടെ നിരവധി മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാവരും അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന കാര്യവും മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ്. പക്ഷേ അവർ അത് പരസ്യമായി പറയുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളതുപോലെയുള്ള ഒരു വേഗത, രക്ഷാദൗത്യത്തിൻ്റെ വേഗത ഇവിടെ കാണുന്നില്ല എന്നുള്ളത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ മുണ്ടക്കൈയിലും ചൂരൽമലയിലും അല്ലെങ്കിൽ ഷിരൂരിലും ഒന്നും കണ്ടതുപോലെ വലിയ ഒരു മണ്ണിടിച്ചിൽ, അതായത് വലിയ കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണ് ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമല്ല. ഇവിടെ കുറഞ്ഞ സ്ഥലത്താണ് മണ്ണുള്ളത്, അതുപോലും കൃത്യമായി മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മണ്ണ് നീക്കം ഇവിടെ നിന്ന് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നുണ്ടെങ്കിലും മണ്ണ് നീക്കം ഇവിടെ നിന്നും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിവിടെയുള്ള ഈ സ്ഥലത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത് കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഈ പലതവണ ഈ ഇവരോട് ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകും എന്നുള്ളതായിരുന്നു. പക്ഷേ ചെറിയ പുരോഗതി മാത്രമേ ഇന്നലെ മുഴുവൻ സമയ തിരച്ചിലും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഇതുവരെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മണ്ണുമാന്തി യന്ത്രം അവിടെ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ദൗത്യം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ശരത്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ദൗത്യം തുടങ്ങിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മണ്ണിടിഞ്ഞ ഭാഗത്തിൻ്റെ നേരെ റോഡിന് മറുവശത്തുള്ള മണ്ണാണിപ്പോൾ. അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നില്ല, അതായത് ടിപ്പറിലേക്ക് മാറ്റി അവിടെ നിന്ന് മണ്ണ് കടത്തുന്നില്ല, മറിച്ച് മണ്ണ് നീക്കിയുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ നിന്നിരുന്നത് ഈ മീനാക്ഷി പാലത്തിൻ്റെ മുകളിലായിരുന്നു. അവിടെ നിന്നാണ് 7 മണിക്ക് സംസാരിച്ചത്. അവിടെ നിന്നും ഇപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരെയും മാറ്റിയിട്ടുണ്ട്. പോലീസ് അവിടെ ഒരു കയർ കെട്ടി ഒരു കവചം, ഒരു ബാരിക്കേഡ് പോലെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയോ അല്ലെങ്കിൽ ആരെയും വിടുന്നില്ല. ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമാണ് അവിടേക്ക് പോകുന്നത്. ഏതായാലും ഈ ഒരു ദുരന്ത സമയത്ത് ഇത്തരത്തിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാവരും ചേർന്ന് നടത്തേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതെ നമുക്ക് പോകാനും കഴിയില്ല. കാരണം അത് ഇനിയെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനും എങ്ങനെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകണം എന്നുള്ളതും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ശരത്തെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുന്നിൽ വലിയ മാതൃകകളുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒക്കെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ മാതൃകകളുണ്ട്. അത്തരം മാതൃകകൾ കൃത്യമായി ഇവിടെ നടപ്പാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയത്തിൽ തന്നെയാണുള്ളത്. ഏതായാലും രക്ഷാ ദൗത്യം എന്നുള്ള രീതിയിൽ ഈ 5 പേരെ കണ്ടെത്താനുള്ള ദൗത്യം തന്നെയാണ് ഇന്നും തുടരുന്നത്. 4 സോണുകളിലായിട്ടുള്ള പരിശോധന തന്നെയാണ് ഇന്നും നടക്കുന്നത്. പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനാംഗങ്ങളും ആണ് ഉൾപ്പെടെ ഈ ഒരു തിരച്ചിലിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ശരത്, ശരി. സന്തോഷൊക്കെ അവിടെ നേരിട്ട് കണ്ട അനുഭവത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. വീണ്ടും പറയുന്നത് സർക്കാരിനുള്ള മുന്നറിയിപ്പാണ്. അത് സർക്കാർ ആ നിലയിൽ ഗൗരവത്തോടെ കാര്യങ്ങളെ എടുക്കണം എന്നുള്ളതാണ്. നിസ്സഹായത പറഞ്ഞ് ഒഴിഞ്ഞ് കരാറുകാരൻ ചെയ്യുന്നില്ലല്ലോ എന്ന വിലാപം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ല.